ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഷസ് ചാനൽ. നമുക്ക് ഇന്ന് 0 to 3 മന്തുള്ള ഒരു കുഞ്ഞിന്റെ ഒരു ഡെവലപ്മെന്റ്, ആ കുഞ്ഞ് ആ ഒരു ഏജിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ടോപ്പിക്കിലേക്ക് പോകുന്നേക്കാളും മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ കൂടെ ഇന്ന് വീഡിയോ ചെയ്യാൻ ജോഷു ഉണ്ട്. ജോഷനെ ഉറക്കി കിടത്തിയാണ്. ജോഷു വേഗം എഴുന്നേറ്റ് വന്നു. ജോഷ ജോഷ ഇവിടെ ഹലോ 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 ഹലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ 0 to 3 മന്തുള്ള ബേബി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യും? ആ കുഞ്ഞുണ്ടായതിനു ശേഷം ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഫീഡിങ് ശരിയായിട്ടുണ്ടാവില്ല. അതുപോലെ ആ കുഞ്ഞിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഉറക്കത്തിൻ്റെ പ്രശ്നം. കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും കുഞ്ഞിൻ്റെ ഈ ഒരു ഫീഡിങ് ഇഷ്യൂ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം, ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യത്തെ ഒരു മാസം നമ്മൾ നല്ലപോലെ കവർ ചെയ്യുക. പിന്നെ കുഞ്ഞിൻ്റെ ഫീഡിങ് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞ് മാക്സിമം എപ്പോഴും തന്നെ ഉറക്കമായിരിക്കും. അപ്പോൾ നമ്മൾ 2 അവർ ഇടവിട്ട് നമ്മൾ കുഞ്ഞിനെ എഴുന്നേപ്പിച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യിക്കുക. ഇനി ഒരു സെക്കൻഡ് മന്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം കരയും. അപ്പോൾ നമ്മൾ ആ ടൈം നോക്കിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ചില എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ കരയണമെന്നില്ല, ചില കുഞ്ഞുങ്ങൾ ഉറക്കം തന്നെയായിരിക്കും. അന്നൊരു സെക്കൻഡ് മന്ത് ആകുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞ് എപ്പോഴും ഉറങ്ങുന്ന കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്തായാലും വിളിച്ചെഴുന്നേപ്പിച്ച് നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ കുഞ്ഞിനെ ചില കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും, ചില കുഞ്ഞുങ്ങൾ ഫോർമുല മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറങ്ങി പോകുന്ന പ്രശ്നം എപ്പോഴും ഉണ്ടാകും. പിന്നെ അവർ സക്ക് ചെയ്യുന്നത് എത്ര എമൗണ്ട് അവർ കുടിക്കുന്നുണ്ട്, ഒരു 20-15 ml ഒക്കെ കുഞ്ഞ് കുടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു എമൗണ്ട് കുടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ 2 അവർ ഇടവിട്ട് ആ കുഞ്ഞുങ്ങളെ എഴുന്നേപ്പിച്ച് ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഫോർമുല മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാകും, ആ കുഞ്ഞ് ഇത്രയും എമൗണ്ട് കുടിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിന് ആവശ്യത്തിലായിട്ടുണ്ടെന്നും നമുക്ക് അറിയാം. പിന്നെ ഫോർമുല മിൽക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും. കാരണം ബ്രസ്റ്റ് മിൽക്ക് ദഹനം വേഗം നടക്കും. ഫോർമുല മിൽക്ക് കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. അപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യത്തെ ഒരു മാസം കുഞ്ഞിൻ്റെ വിഷം കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എല്ലാവരും മങ്ങിയ രീതിക്കാണ് കാണുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിന് അമ്മയെ മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അമ്മയുടെ ഒരു ഗന്ധം, അമ്മ അടുത്തില്ലെങ്കിൽ കുഞ്ഞിന് മനസ്സിലാവും. അവർക്കൊരു സെക്യൂർ ഫീൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുക, അമ്മയും കുഞ്ഞിൻ്റെ ബോണ്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്കും കുഞ്ഞ് കുറച്ചും കൂടെ കാര്യങ്ങളെല്ലാം റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടോയ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ടോയിൽ നോക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഫിംഗറൊക്കെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കുഞ്ഞ് മൂവ് ചെയ്യും. നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെയാണ് നമ്മുടെ ഫേസിലേക്ക് നോക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി 3rd മന്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞൊന്നും കൂടെ ഉഷാറായി. കുഞ്ഞിൻ്റെ ഉറക്കെല്ലാം പിന്നെയും കുറഞ്ഞു. 14 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങിയാലായി എന്ന രീതിക്ക്. പിന്നെ കരച്ചിലും ബഹളമൊക്കെ കൂടി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ മാസം തന്നെയായിരുന്നു സുഖം, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമെങ്കിലും ഉണ്ടല്ലോ. എപ്പോഴും കുഞ്ഞ് നമ്മൾ ഒന്ന് കിടക്കാൻ വേണ്ടി, നമ്മളൊന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. കരച്ചിലായിരിക്കും, ബഹളമായിരിക്കും. അപ്പോൾ ഇവരെപ്പോഴും സ്ട്രെച്ചിങ് ആയിരിക്കും, കയ്യും കാലൊക്കെ ഇങ്ങനെ നീട്ടി സ്ട്രെച്ചിങ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ 3rd മന്തൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം കരയാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ വിശപ്പ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഫീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരുന്നൊരു ടൈമാണ്. കാരണം എപ്പോഴും എഴുന്നേറ്റിരുന്ന് നമ്മൾ ഫീഡ് ചെയ്യേണ്ട, 2 അവർ 3 അവർ നേരമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ട. പിന്നെ അവരുടെ ആവശ്യാനുസരണം നമ്മൾ പാല് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അവരുടെ ഉറക്കം കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 14 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന കുഞ്ഞ് 12 മണിക്കൂറിലേക്കാവും. ചില കുഞ്ഞുങ്ങൾ രാത്രി കിടന്നുറങ്ങിക്കോളും, ചില കുഞ്ഞുങ്ങൾ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയിലൊക്കെ കരച്ചിൽ ബഹളമൊക്കെ ആയിരിക്കും. കുഞ്ഞിൻ്റെ ഉറക്കം കാര്യങ്ങളെല്ലാം ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരേണ്ട ടൈമാണ് ഈ 3 മന്തിലൊക്കെ. അപ്പോൾ 3rd മന്ത് ആകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ ടൈമിൽ ഇന്ന് ചെയ്യും, ഇന്ന ടൈമിൽ വിശന്ന് എഴുന്നേക്കാൻ സാധ്യത എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വയറ്റിലേക്ക് കുറച്ച് ചെന്ന് കഴിയുമ്പോൾ അവർ പിന്നെ കിടന്നുറങ്ങും. അപ്പോൾ പിന്നെ അവർ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടവിട്ടൊക്കെ അവർ എഴുന്നേൽക്കും ഫീഡ് ചെയ്യാനൊക്കെ. പിന്നെ ഫോർമുല മിൽക്ക് ഫീഡ് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ അവരുടെ വയറ് നിറയെ കുടിച്ചിട്ട് അവർ കിടന്നുറങ്ങിക്കോളും. പിന്നെ 3rd മന്തൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ഓരോ സാധനങ്ങൾ, ഓരോ ഒബ്ജക്ട്സിനനുസരിച്ച് അവരുടെ ഫേസ് കാര്യങ്ങളെല്ലാം തിരിക്കും. അവർ സ്ഥിരമായിട്ട് കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു മുറിയാണെങ്കിൽ ലൈറ്റ്, ഫാൻ, കർട്ടൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് കളേഴ്സ് കുറേയൊക്കെ അവർ ഡാർക്ക് കളേഴ്സൊക്കെ അവർക്ക് വിഷനിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെയുള്ള കളേഴ്സൊക്കെ കൂടുതൽ വാച്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമുക്ക് ടോയ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ കളിപ്പിക്കാവുന്നതാണ്. ചെറിയ കിലുക്കികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാവുന്നതാണ്. കുഞ്ഞ് കമലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടൈമാണ് ഈ 3 മന്ത് എന്ന് പറയുന്നത്. അവർ 2 സൈഡിലേക്കും ചെയ്യും. അതുപോലെ ചില കുഞ്ഞുങ്ങളൊക്കെ 3rd മന്ത് ആകുമ്പോൾ കമലുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ചില കുഞ്ഞുങ്ങളൊക്കെ 3rd മന്ത് ആകുമ്പോഴേക്കും കമലുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ സൈഡിലേക്കൊക്കെ തിരിയും. പിന്നെ അവർ നമ്മുടെ ഫേസിൽ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങും. ചിരിക്കുക, സൗണ്ട് ഉണ്ടാക്കി ചിരിക്കില്ല, സ്മൈൽ ചെയ്യുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും 3rd മന്ത് എന്ന് പറയുന്നത്. നമ്മൾ നോക്കി ചിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലിപ്സ് കാര്യങ്ങൾ മൂവ്മെന്റിനനുസരിച്ച് അവർ നോക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് 3rd മന്ത് ആയിട്ട് 2 സൈഡിലേക്കും ചിരിയുന്നില്ല, ഹെഡിനൊരു ഉറപ്പ് വന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നോക്കി ചിരിക്കുന്നില്ല, നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല എങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞ് സൗണ്ടിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരെ ഒരു വിഷൻ, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് അതിനനുസരിച്ച് കുഞ്ഞ് നോക്കുന്നില്ല, അതിലേക്ക് നോക്കുന്നില്ല എങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ ഞാൻ 3 to 6 മന്തിൽ ഒരു ബേബിക്ക് വേണ്ട ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ബേബി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.